നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ CPM ഓഫീസുകൾക്ക് നേരെ കരിയോയിൽ പ്രയോഗം. പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. കോഴിച്ചാൽ റവന്യൂ പാലം പണി തുടങ്ങി. ശിലാസ്ഥാപനം കണ്ണൂർ ജില്ലാ കളക്ടർ P. ബാലകിരൺ IAS നിർവഹിച്ചു. പയ്യന്നൂർ ടൗൺ റോഡിൽ സെൻട്രൽ ബസാർ ഭാഗത്തെ കുഴികൾ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. ഭഗവതിയുടെ താലികെട്ട് മംഗലത്തിന്റെ സ്മരണയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. തൃക്കരിപ്പൂരിൽ ചൊവ്വാഴ്ച മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സത്യഗ്രഹ സമരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ CPM ഓഫീസുകൾക്ക് നേരെ കരിയോയിൽ പ്രയോഗം. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ AKG മന്ദിരം, മാവിച്ചേരി ഷേണായി മന്ദിരം എന്നിവിടങ്ങളിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സംഭവം. AKG മന്ദിരത്തിൽ ഉറങ്ങുകയായിരുന്ന വ്യക്തി ജീപ്പ് പോലുള്ള വാഹനത്തിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഓഫീസിനെ കരിയോയിൽ ഒഴിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. ചൂരിന്റെ മുകൾ ഭാഗത്ത് ഒഴിച്ച കരിയോയിൽ ഒഴുകിയിറങ്ങി താഴെ തളം കെട്ടിക്കിടപ്പുണ്ട്. CPMന്റെ ബഹുജന സംഘടനകളുടെ പ്രവർത്തനങ്ങളും കോൺഫറൻസ് ഹാളുകളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിലും വാതിലിനും ചുമരിലുമാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് മാവിച്ചേരിയിലെ ഷേണായി മന്ദിരത്തിനും കരിയോയിൽ ഒഴിച്ചത്. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഈ പുതിയ കെട്ടിടത്തിന്റെ 2 നിലകളിലെയും ചുവരുകളും തറയും കരിയോയിലൊഴിച്ച് വൃത്തികേടാക്കിയിരിക്കുകയാണ്. കരിയോയിലൊഴിച്ച പ്ലാസ്റ്റിക് കൂടെറിഞ്ഞാണ് മുകളിലെ നില വൃത്തികേടാക്കിയിരിക്കുന്നത്. ഇതിനായി ഉപയോഗിച്ച പ്ലാസ്റ്റിക് കൂട് പൊട്ടിയ നിലയിൽ മുകളിലെ നിലയിൽ നിന്നും കണ്ടെത്തി. അപ്പോൾ ഞങ്ങൾ കാണുന്നത് പയ്യന്നൂരിൽ സമാധാനം തകർക്കുന്നതിന് പരിശ്രമിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ഒരു മദ്യപ സംഘം തന്നെ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട് എന്നും ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പോലീസ് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. RSS BJP വിഭാഗം ഇതിനു മുൻപും ഇത്തരം ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അവരിലേക്ക് സംശയങ്ങൾ നീളുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നു ചേരുന്നത്. പയ്യന്നൂരിൽ അവരത്രയും പ്രബലമായിട്ടുള്ള ഒന്നുമല്ല. പക്ഷേ ഇരുട്ടിൻ്റെ മറവിൽ എന്തെങ്കിലും വന്ന് കാണിച്ചു കൂട്ടി തങ്ങളുടെ ഒരിത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്രമോത്സുകമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് സംശയിക്കേണ്ടത്. ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഇത്തരം നെറികെട്ട നികൃഷ്ടമായിട്ടുള്ള നീക്കങ്ങൾ നാടിനെ അപമാനിക്കുന്നൊരു കാര്യമാണ്. AKG സെന്ററിന് നേരെ നടന്ന അക്രമത്തിനെതിരെ ഓഫീസ് സെക്രട്ടറി M. കരുണാകരനും മാവിച്ചേരി ഷേണായി മന്ദിരത്തിലെ അക്രമത്തിനെതിരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV മോഹനും പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. CPM ഓഫീസുകൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പാർട്ടി ഓഫീസുകൾക്ക് നേരെ നടന്ന കരിയോയിൽ പ്രയോഗത്തിൽ പ്രതിഷേധിച്ച് CPIM പയ്യന്നൂരിൽ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് V. നാരായണൻ, TI. മധുസൂദനൻ, അഡ്വക്കേറ്റ് P. സന്തോഷ് തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനത്തിൽ അണിചേർന്നു. ടൗൺ ചുറ്റി മുന്നേറിയ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കോഴിച്ചാൽ റവന്യൂ പാലം പ്രവൃത്തിക്ക് തുടക്കമായി. ശിലാസ്ഥാപനം കണ്ണൂർ ജില്ലാ കളക്ടർ P. ബാലകിരൺ IAS നിർവഹിച്ചു. മീന്തുള്ളി കുരിശ് റവന്യൂ റോഡിൽ കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ കോഴിച്ചാൽ റവന്യൂ തൂക്കുപാലത്തിന് ശിലയിട്ടു. കളക്ടർ P. ബാലകിരൺ IAS ശിലാസ്ഥാപനം നിർവഹിച്ചു. ഒരു പുഴയുടെ അക്കരെ
കുറച്ച് കുടുംബങ്ങളുണ്ട്, 30-40 കുടുംബങ്ങൾ. ഏകദേശം 10-40 വർഷങ്ങളായിട്ട് അവർക്ക് റവന്യൂ വകുപ്പിന്റെ റിവർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നുള്ള 68 ലക്ഷം രൂപ ചെലവഴിച്ച് അഴീക്കോട് സിൽക്കിന്റെ നിർമ്മാണ ചുമതലയിലാണ് തൂക്കുപാലം നിർമ്മിക്കുന്നത്. കോഴിച്ചാൽ റവന്യൂവിൽ താമസിക്കുന്ന 28ഓളം കുടുംബങ്ങളുടെ 4 ദശാബ്ദക്കാലത്തെ ആവശ്യമാണ് പാലം പൂർത്തിയാകുന്നതോടെ യാഥാർത്ഥ്യമാകുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ, ഡെന്നി കാവാലം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ വർഗീസ്, വത്സ ജായിസ് കണ്ടത്തിൽ, കെ വർഗീസ്, പൗലോസ് തവരക്കാട്ട് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ് സ്വാഗതവും NK സജയൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഏഴോം പ്രതിഭ അംഗൻവാടിക്കു നേരെ കരിയോയിൽ പ്രയോഗം. ജനകീയ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെ നമ്മൾ ചെറുപ്പക്കാരൊക്കെ നല്ല നിലയിൽ പിന്തുണയ്ക്കുന്നുണ്ട്, നല്ല നിലയിൽ പങ്കാളികളാവുന്നുണ്ട്. അങ്ങനെ ഒരു സംസ്കാരം മുമ്പോട്ട് പോകണം. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വിഷം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും വിഷത്തിന് സമാനമായ ഒന്ന് ഉറ്റിച്ച് ഇത് വൃത്തികേടാക്കരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും കുട്ടികളോടും ഒക്കെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം നിങ്ങൾ ഏറ്റെടുക്കണം. ഇനിമേൽ ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിലൊന്നും പോകരുത്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ അംഗൻവാടിയാണ് പ്രതിഭ അംഗൻവാടി. ഏഴോം പ്രതിഭാ മഹിളാ സമാജമാണ് സാമൂഹ്യക്ഷേമ വകുപ്പിന് അംഗൻവാടി തുടങ്ങാൻ സ്ഥലം അനുവദിച്ചത്. അങ്ങനെയാണ് അംഗൻവാടിക്ക് പ്രതിഭ അംഗൻവാടി എന്ന പേര് വന്നത്. ഏഴോം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധർ 3 തവണയായി ഇരുളിൻ്റെ മറവിൽ അംഗൻവാടിക്ക് നേരെ കരിയോയിൽ ഒഴിക്കുന്നു. സാംസ്കാരിക രംഗത്ത് ഏറെ മുന്നിൽ നിൽക്കുന്ന ഏഴോത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അനുവദിക്കില്ലെന്ന വിവിധ സാംസ്കാരിക സംഘടനാ ഭാരവാഹികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. OV നാരായണൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. CO പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. NV രജിൽ, KP അനിൽ, PV രമേശൻ, VRV ഏഴോം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ടൗൺ റോഡിൽ സെൻട്രൽ ബസാർ ഭാഗത്തെ കുഴികൾ ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. റോഡ് തകർന്ന കുഴികൾ രൂപപ്പെട്ട ഭാഗങ്ങൾ ഇന്റർലോക്കിങ്ങിനായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. പൊടിശല്യം കൂടി ഏറിയതോടെ ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലായിരിക്കുകയാണ്. ടൗൺ റോഡിൽ സെൻട്രൽ ബസാറിൽ കുണ്ടും കുഴികളുമായി ഗതാഗതം തടസ്സപ്പെടുകയാണ്. തകർന്നു കിടന്ന ടൗൺ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പ്രക്ഷോഭങ്ങൾ ഏറെ നടന്നിരുന്നു. അതിനൊടുവിലായിരുന്നു റോഡ് ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ ഈ റോഡിന് നടുവിലുള്ള സെൻട്രൽ ബസാറിൽ 50 മീറ്റർ റോഡിലെ കുഴി അടക്കുക പോലും ചെയ്തില്ല. 4 റോഡുകൾ സംഗമിക്കുന്ന ഇവിടെ ഇന്റർലോക്ക് നടത്തുമെന്നായിരുന്നു അധികൃതരുടെ ഭാഷ്യം. ഇതിനായി 25 ലക്ഷം രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുമുണ്ട്. എന്നാൽ നിർമ്മാണം നടന്നില്ല. എന്ന് നടക്കുമെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. മഴയുടെ പേര് പറഞ്ഞായിരുന്നു 1 വർഷത്തോളം ടൗണിലെ റോഡ് ഗതാഗത യോഗ്യമാക്കാതെ ഇട്ടിരുന്നത്. റോഡ് ഗതാഗത യോഗ്യമാക്കിയപ്പോൾ അത് പൂർണ്ണമാക്കണമെങ്കിൽ ഈ ഭാഗം കൂടി ഗതാഗത യോഗ്യമാക്കണം. അടുത്ത മഴക്കാലം വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനാണ് അധികൃതരുടെ നീക്കം. മഴ തുടങ്ങിയാൽ ഗതാഗത പ്രശ്നം രൂക്ഷമാകും. ഇന്റർലോക്കിംഗ് യാത്രക്കാരുടെ ആവശ്യമല്ല, അവർക്ക് കുഴി നികത്തിയാൽ മാത്രം മതി. അതിനുള്ള നടപടി വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സെൻട്രൽ ബസാർ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ സംവിധാനവും ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. ഭഗവതിയുടെ താലികെട്ട് മംഗലത്തിന്റെ സ്മരണയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ 3ാം ദിനമായ തിങ്കളാഴ്ച നടന്ന ഉച്ചത്തോട്ടത്തോടെയാണ് മംഗലക്കുഞ്ഞുങ്ങൾ കളിയാട്ടത്തിനെത്തിയത്. വടക്കേ മലബാറിലെ ഹിന്ദു വിഭാഗത്തിൽ അരനൂറ്റാണ്ട് മുൻപ് വരെ നിലനിന്നിരുന്ന ആചാരമാണ് പന്തൽ മംഗലം. കല്യാണവുമായി ഇതിന് നേരിട്ട് ബന്ധമില്ല. കന്യകമാരായ പെൺകുട്ടികൾ രജസ്വലകളാകുന്നതിന് മുൻപ് തന്നെ ഈ ആചാരം ഒരനുഷ്ഠാനം പോലെ വീടുകളിൽ കൊണ്ടാടിയിരുന്നു. പന്തൽ മംഗലത്തിന് ജ്യോത്സ്യന്മാർ മുഹൂർത്തം കുറിച്ചാൽ പിന്നെ കന്യകമാർ മുറിയിൽ നിന്നും പുറത്തു വരാറില്ല. മുഹൂർത്തം കുറിച്ച് 3ാം നാളാണ് പ്രധാന ചടങ്ങ്. ബന്ധുജനങ്ങളുടെയും ക്ഷണിക്കപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ അച്ഛൻ നൽകിയ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് കയ്യിൽ പൂക്കുലയുമായി അച്ഛന്റെ മടിയിലിരുത്തി ചരടിൽ കോർത്ത സ്വർണം കൊണ്ട് മിന്നുകെട്ടിക്കുന്നതോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. പിഞ്ചു പെൺകുട്ടികളുടെ അകമ്പടിയോടെയാണ് കന്യകയെ പന്തൽ മംഗലത്തിന് കൊണ്ടുവരുന്നത്.
ഇവരെയാണ് മംഗലക്കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്നത്. വ്രതശുദ്ധിയോടെയുള്ള ആചാരമായതിനാൽ വീട്ടിൽ അശുദ്ധിയുള്ള സന്ദർഭത്തിൽ പന്തൽ മംഗലം പാടില്ല. ബ്രാഹ്മണകന്യകയായ മുച്ചിലോട്ട് ഭഗവതിയുടെ പന്തൽ മംഗല സമയത്താണ് അച്ഛന് വാലായ്മയുള്ള കാര്യം അറിയുന്നത്. അതോടെ ചടങ്ങ് മുടങ്ങിയെന്നുമാണ് ഐതിഹ്യം. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തമാണ് ഓരോ പെരുങ്കളിയാട്ടത്തിലൂടെയും പുനരാഖ്യാനം ചെയ്യുന്നത്. പന്തൽ മംഗലത്തിന്റെ സ്മരണയിലാണ് മംഗലക്കുഞ്ഞുങ്ങൾ കളിയാട്ടത്തിനെത്തുന്നത്. തിങ്കളാഴ്ച വൈകിട്ടോടെ നടന്ന മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പമാണ് മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തിയത്. അച്ഛന്മാരുടെയും അമ്മാവന്മാരുടെയും ചുമലിലേറി വെറ്റില നുള്ളിയെറിഞ്ഞ് തോറ്റത്തോടൊപ്പം 3 തവണ ക്ഷേത്രം വലം വെക്കുകയും തുടർന്ന് ദേവീദേവന്മാരുടെ പ്രതിപുരുഷന്മാർ മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതോടെ ചടങ്ങ് പൂർത്തിയായി. തൃക്കരിപ്പൂരിൽ ചൊവ്വാഴ്ച മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരും. ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുമുടി നിവരുന്നതോടെ ക്ഷേത്ര പരിസരം ഭക്തിലഹരിയുടെ പാരമ്യത്തിലെത്തും. പതിനായിരങ്ങൾക്ക് ദർശന സൗഭാഗ്യമേകാൻ തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭഗവതിയുടെ തിരുമുടി നിവരും. പ്രശ്നചിന്തയിൽ തെളിഞ്ഞ മുഹൂർത്തപ്രകാരം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് 22 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കൈലാസക്കല്ലിന് സമീപം ഭഗവതിയുടെ തിരുമുടി ഉയരുക. തെക്കുംകര ബാബു കർണമൂർത്തിയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരി. 3ാം കളിയാട്ട ദിനമായ തിങ്കളാഴ്ച രാവിലെ മുതൽക്കേ പുല്ലൂർണൻ ദൈവം വെള്ളാട്ടം, തൽസ്വരൂപൻ വെള്ളാട്ടം, മുച്ചിലോട്ട് ഭഗവതിയുടെ അടിച്ചുതളിത്തോറ്റം, ഉച്ചത്തോറ്റം, അന്തിത്തോറ്റം, കൊടിയിലത്തോറ്റം, പ്രതിപുരുഷന്മാരുടെ കലവറയിലെഴുന്നള്ളത്ത് എന്നിവയും നടന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ തായ്പര ദേവതയുൾപ്പെടെ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. തിങ്കളാഴ്ചയും അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. പെരുങ്കളിയാട്ടം സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി മാനവ സൗഹാർദ്ദ സദസ് സംഘടിപ്പിച്ചു. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി മാനവീയ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഉള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് അധികപ്പറ്റാണ്. കാരണം അത് സംബന്ധിച്ചുള്ള അനുഗ്രഹ പ്രഭാഷണവും സ്വാമിജി ഇവിടെ നടത്താനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് വ്യക്തികൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്, കുടുംബക്ഷേത്രങ്ങളുണ്ട്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്. എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി മുഖ്യപ്രഭാഷണം നടത്തി. കെ കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. ബഷീർ വെള്ളിക്കോത്ത്, ഫാദർ സ്കറിയ കല്ലൂർ എന്നിവർ സംസാരിച്ചു. കെ പി കുഞ്ഞിക്കണ്ണൻ, കെ ശ്രീധരൻ, കെ ഭാസ്കരൻ, കെ അരവിന്ദാക്ഷൻ, ഇ വി ഗണേശൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ടാക്സി പാർക്കിംഗിന് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിലുള്ള പാരപ്പറ്റുകൾ തകർന്നു വീഴുന്നത് പതിവാകുന്നു. അവശിഷ്ടങ്ങൾ വീണ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടത്തെക്കുറിച്ച് നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. പയ്യന്നൂരിൽ തകർന്ന റോഡിലൂടെ ഏറെ ത്യാഗം സഹിച്ച് പഴയ ബസ് സ്റ്റാൻഡിലെത്തിയാൽ ഇവിടെ കെട്ടിടത്തിനു മുകളിൽ നിന്നും ചാത്തിനേറ് തുടങ്ങുകയായി. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് യാത്രക്കാരുടെ നേർക്ക് ചാത്തിനേർ നടക്കുന്നത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും പാരപ്പറ്റ് തകർന്ന് വീഴുന്നതാണ് സംഭവം. തുരുമ്പെടുത്ത് കോൺക്രീറ്റ് തകർന്നു വീഴുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. കെട്ടിടത്തിന് താഴെ ഏറെ തിരക്ക് പിടിച്ച ഭാഗമാണ്. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലും യാത്രക്കാരുടെ തലയിലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നത് പതിവായി. തകർന്ന കെട്ടിടത്തെ സംബന്ധിച്ച് നഗരസഭാ അധികൃതർക്ക് പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CTU പയ്യന്നൂർ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സത്യഗ്രഹ സമരം ആരംഭിച്ചു. CPIM ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CTUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പരിസരത്ത് സത്യഗ്രഹ സമരം നടത്തി.
കണ്ടീജന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, CLR ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സത്യഗ്രഹ സമരം നടത്തിയത്. CPIM ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ സമരം ഉദ്ഘാടനം ചെയ്തു. വളരെ ത്യാഗപൂർണമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന കണ്ടിജന്റ് ജീവനക്കാരുടെ സേവന സന്നദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ് എല്ലാ കാലത്തും അവരെ ഗവൺമെന്റിന്റെ ഒരു പൊതുധാരയിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിരുന്നു വന്നിരുന്നുവെങ്കിലും ആ നിലയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. KMCSU ജില്ലാ വൈസ് പ്രസിഡന്റ് K മനോജ് കുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വ്യത്യാസമില്ലാതെ ശീമക്കൊന്ന പൂത്തലഞ്ഞു നിൽക്കുകയാണ്. ഒരു കാലത്ത് ജനജീവിതത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്ന ശീമക്കൊന്നയ്ക്ക് എന്നാൽ ഇന്ന് ഈ മരത്തിന്റെ ഗുണം ആരും കാണാതെ പോകുന്നു. കേരളത്തിലെ കാർഷിക മേഖലയിൽ പച്ചിലവളം ഒരുക്കുമ്പോൾ ആദ്യം പരിഗണിച്ചിരുന്ന ശീമക്കൊന്നയുടെ ഇലകൾ മാറിവന്ന കാലത്തിൽ ആരും ഉപയോഗിക്കാതെ നാശത്തിന്റെ വക്കിലാണ്. എല്ലാതരം കൃഷിക്കും പച്ചിലവളമായി ഉപയോഗിക്കാവുന്ന ഇതിന്റെ ഇലകൾ പുതയിട്ട് ഏറെ നാൾ വളമുണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ജൈവ കേരളം എന്ന സ്വപ്നം ലക്ഷ്യമിട്ട് സംസ്ഥാനം മുന്നേറുമ്പോൾ ശീമക്കൊന്നയുടെ ജൈവമൂല്യം തിരിച്ചറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ ഈ ചെടിയെ വിനിയോഗിക്കുന്നില്ല എന്നാണ് പഴയകാല കർഷകർ പരിതപിക്കുന്നത്. നൈട്രേറ്റിന്റെ കൂടിയ അളവ് ചെടിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നതാണ് പതിറ്റാണ്ട് കാലമായി ശീമക്കൊന്നയെ ആശ്രയിക്കാൻ കർഷകരെ പ്രധാനമായും പ്രേരിപ്പിച്ചതെന്നാണ് കാർഷിക രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന പഴയ തലമുറക്കാർ പറയുന്നത്. നല്ല കാലിത്തീറ്റയും കൂടിയായ ഇവയുടെ ഇല ചതച്ചുവെച്ചാൽ എലിശല്യം ഇല്ലാതാവുമെന്ന കണ്ടെത്തലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ തഴച്ചു വളരുന്ന ശീമക്കൊന്ന വിദേശത്തു നിന്നും അതിഥിയായി എത്തി കേരളത്തിൽ വേര് ഉറപ്പിച്ച ഈ മരം വീടുകളുടെ അതിരുകളിൽ വേലികളായി തഴച്ചു വളർന്നിരുന്ന കാലം വേറെ പിന്നിലല്ല. ജൈവവേലികളിൽ മികച്ചതെന്ന ഖ്യാതിയും ഇതിനുണ്ട്. അമേരിക്ക, മെക്സിക്കോ എന്നിവയാണ് ശീമക്കൊന്നയുടെ ജന്മദേശം. മറ്റു ചെടികളിൽ നിന്നും വ്യത്യസ്തമായി പൂക്കുന്നതിനും പ്രത്യേക സമയവും ശീമക്കൊന്നക്കുണ്ട്. മികവുത്സവം എഡ്യൂഫെസ്റ്റ് 2016 പയ്യന്നൂർ BRCയിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാതലത്തിൽ പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ അവതരണമായിരുന്നു എഡ്യൂഫെസ്റ്റ് 2016 നടന്നത്. വിജയികൾ ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഇപ്പോൾ ഓരോ വിദ്യാലയത്തിലും മികവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ VV ഹരിപ്രസാദ്, പയ്യന്നൂർ AEO VM രാജീവൻ, TS രാമചന്ദ്രൻ മാസ്റ്റർ, IV രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിച്ചു. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് മോഡൽ ഗ്രാമസഭ ശ്രദ്ധേയമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്തു. അയാളുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് അതിൽ പങ്കെടുക്കുക എന്നത്. ഈ ആസൂത്രണ പ്രക്രിയയിൽ പങ്കുവഹിക്കുക എന്നത് അത്തരം ഒരു പൗരബോധം, അത്തരം ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് ജനങ്ങളെ കൂടുതൽ എത്തിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ പുതിയ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 2016-17 വർഷത്തെ വാർഷിക പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായാണ് മോഡൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. കൂക്കാനം LP സ്കൂളിൽ നടന്ന മോഡൽ ഗ്രാമസഭയിൽ K നാരായണൻ, MSc നാരായണൻ മാസ്റ്റർ, KV രാധാമണി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. ഏറ്റുകൊടുക്ക AUP സ്കൂളിന് വിപുലമായ ലൈബ്രറി ഒരുങ്ങുന്നു. നിർമ്മാണത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. പ്രദേശത്ത് വായനയുടെ ഒരു ഗ്രാമീണ വസന്തം സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിലെ മലയാള ഭാഷാ സമിതിയും PTA-യും മാനേജ്മെന്റ് കമ്മിറ്റിയും സംയുക്തമായി നേതൃത്വം നൽകിക്കൊണ്ടാണ് ലൈബ്രറി ശാക്തീകരണ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. P ശശിധരൻ ചെയർമാനായും പ്രധാനാധ്യാപിക C ശ്രീലത ജനറൽ കൺവീനറായും 201 അംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു. കരിവെള്ളൂർ സെൻട്രൽ ALP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. ഗുരുവന്ദനം എന്ന പേരിൽ നടന്ന പരിപാടി EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സെൻട്രൽ ALP സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികൾ 2015 ഡിസംബർ മുതൽ 2016 മാർച്ച് വരെ വിവിധ പരിപാടികളോടെ നടന്നുവരുന്നു.
ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും പഴയകാല അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. പരിപാടി പൂർവ്വ വിദ്യാർത്ഥി EP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ A. കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV വേണുഗോപാലൻ, C. അജയകുമാർ, PV സുരേഷ്, KN ഹേമജ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. KV ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, K. നാരായണി ടീച്ചർ, K. ഗോവിന്ദൻ മാസ്റ്റർ, KV സരോജിനി ടീച്ചർ, KV കമലാക്ഷി ടീച്ചർ തുടങ്ങിയ പൂർവ്വകാല അധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 10 മുതൽ 13 വരെ നടക്കും. ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാവുകളിൽ പ്രശസ്തമാണ് തായ്നേരി ശ്രീ കുറിഞ്ഞി ക്ഷേത്രം. അന്നൂർ തലീനേരി ശ്രീ പൂമാല ഭഗവതിക്കാവിന്റെ അധീനതയിലുള്ളതാണ് കുറിഞ്ഞി ക്ഷേത്രം. വർഷം തോറും മകരമാസം അവസാന തീയതികളിലാണ് കുറിഞ്ഞിയിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. പൂമാരുതൻ, മടയിൽ ചാമുണ്ടി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, പുതിയ ഭഗവതി എന്നീ ദേവതകളാണ് ഈ ദേവാലയത്തിൽ പ്രധാനമായും കെട്ടിയാടിക്കുന്നത്. പൂമാരുതൻ, മടയിൽ ചാമുണ്ടി, അഗ്നിപ്രവേശനം ചെയ്യുന്ന വിഷ്ണുമൂർത്തി അഥവാ ഒറ്റക്കോലം എന്നീ തെയ്യങ്ങൾക്കാണ് ഇവിടെ ഏറെ പ്രാമുഖ്യമുള്ളത്. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 20 സാംസ്കാരിക സമ്മേളനം കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പൂതംതിറ മുടിയാട്ട് നടക്കും. ഫെബ്രുവരി 11 രാത്രി 9 മണിക്ക് സൈനോര ഫിലിപ്പ്, അൻവർ സാദത്ത്, വൈക്കം വിജയലക്ഷ്മി എന്നിവരുടെ ഗാനമേളയും രാത്രി 9 മണിക്ക് കരിമരുന്ന് പ്രയോഗവും നടക്കും. ഫെബ്രുവരി 12 വെള്ളിയാഴ്ച വർണ്ണശബളമായ കാഴ്ചയും റോക്ക് ഫ്യൂഷൻ ഷോയും നടക്കും. ഫെബ്രുവരി 13 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പൂമാരുതൻ ദൈവത്തിന്റെയും മടയിൽ ചാമുണ്ടിയുടെയും പുറപ്പാടും രാത്രി 9 മണിക്ക് ചൈനീസ് കരിമരുന്ന് പ്രയോഗവും നടക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സുജിത് കുമാർ P, രാകേഷ് AP, TK വത്സലൻ, CK സതീഷ്, ബൈജു K തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമോത്സവം സമാപിച്ചു. 2 ദിനങ്ങളിലായി നടന്ന ഉത്സവത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടന്നു. പുത്തൂർ നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് പുത്തൂർ മഹാശിവക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഏപ്രിൽ 14 വിഷു ദിവസം വൈകിട്ട് 6 മണിക്ക് ലക്ഷദ്വീപ സമർപ്പണവും ജൂൺ 2 പ്രതിഷ്ഠാദിന മഹോത്സവവും നടക്കും. അടുത്തില ആനന്ദേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം പാറന്തട്ട അമ്പലം ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി. ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഫെബ്രുവരി 8 മുതൽ 12 വരെയാണ് അടുത്തില ആനന്ദേശ്വരം മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവം നടക്കുന്നത്. അതിയിടം മുച്ചിലോട്ട് ക്ഷേത്ര പരിസരത്ത് നിന്നും വാദ്യഘോഷങ്ങളോടെ ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ പഞ്ചവാദ്യം, ഇരട്ടത്തായമ്പക, തിടമ്പ് നൃത്തം, ശ്രീവേലി, പറവെപ്പ്, പ്രസാദഊട്ട്, കലാപരിപാടി എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വാണിജ്യ നികുതി വകുപ്പിന്റെ വ്യാപാരദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിജ്യ നികുതി വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും ചൊവ്വാഴ്ച നടത്തും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കേരളത്തിൽ കാണാതാകുന്ന പെൺകുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്.
കുട്ടികൾക്ക് പരമാവധി മൊബൈൽ കൊടുക്കാതിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രായം വരെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്യസംസ്ഥാനമൊക്കെ പോയി പഠിക്കുമ്പോഴേന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ കുട്ടികൾ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പോകുന്ന സമയത്തും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. മാഷന്മാരായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളുകളായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ബന്ധപ്പെടുക. അങ്ങനെയല്ല ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെയേറെ ഗുണം ചെയ്യും. അതായത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന മൂല്യച്യുതിയാണ് ഇന്നത്തെ സമൂഹത്തിലെയും കുട്ടികളെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെല്ലാം ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ മൊബൈൽ ഫോൺ ഒരു നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സാമൂഹ്യ ബോധം വളർത്താൻ വേണ്ടിയിട്ട്, സദാചാര ബോധം വളർത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനു വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ കൂട്ടായ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഔദ്യോഗിക രംഗത്തു നിന്നൊക്കെ തന്നെ വരണ്ടേയിരിക്കുന്നു. പഴയ കാലത്തേക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മൂല്യബോധം കുട്ടികളിൽ വളർത്തിയെടുത്താൽ എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കണം. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ വയ്യെ പോവും. മൊബൈൽ ഫോൺ മാത്രമല്ല, ഇതുകൂടെ പരിഹരിച്ചാൽ മാത്രമേ കുട്ടികളെ ഈ പ്രവണതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. നിശ്ചയമായിട്ടും ഇത് വളരെയധികം അപകടകരമാണ്. ഇത് പ്രധാനപ്പെട്ട കുറ്റമെന്ന് പറയുന്നത് അതിൻ്റെ രക്ഷിതാക്കൾ തന്നെയാണ്. ചെറുപ്പക്കാരികളും കുട്ടികളും അവർ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ആരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് അവസരമില്ല, അല്ല അവസരം ഉണ്ടാക്കണം എന്നാണ് പറയാനുള്ളത്. അങ്ങനെ അവസരം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ പ്രവണതയെ ഒരു പരിധിയിൽ തടയാൻ കഴിയും. അതിന് സമൂഹത്തിൻ്റെയും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ സജീവമായിട്ട് ഇറങ്ങണം, ഇതിനെ പ്രയോജിക്കണം എന്നാണ് പറയുന്നത്. സമീപകാലത്ത് നമ്മുടെ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും തട്ടിക്കൊണ്ടു പോകുന്നൊരു പ്രവണത ഏറി വരുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ പല കാരണങ്ങളും നമുക്കിതിന് കണ്ടെത്താൻ കഴിയും. പ്രധാനമായിട്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഈ ഭിക്ഷാടന മാഫിയ, അതുപോലെ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്ന ചില ഗ്രൂപ്പുകൾ, മയക്കുമരുന്ന് മാഫിയ ആകാം അത്. അപ്പം അങ്ങനെ ഒരുപാട് സാമൂഹികമായ അല്ലെങ്കിൽ അധോലോകത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ CPM ഓഫീസുകൾക്ക് നേരെ കരിയോയിൽ പ്രയോഗം. പ്രതിഷേധവുമായി പാർട്ടി പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. കോഴിച്ചാൽ റവന്യൂ പാലം പണി തുടങ്ങി. ശിലാസ്ഥാപനം കണ്ണൂർ ജില്ലാ കളക്ടർ P. ബാലകിരൺ IAS നിർവഹിച്ചു. പയ്യന്നൂർ ടൗൺ റോഡിൽ സെൻട്രൽ ബസാർ ഭാഗത്തെ കുഴികൾ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നു. ഭഗവതിയുടെ താലികെട്ട് മംഗലത്തിന്റെ സ്മരണയിൽ മംഗലക്കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തി. തൃക്കരിപ്പൂരിൽ ചൊവ്വാഴ്ച മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവരും. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ CITU പയ്യന്നൂർ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് സത്യഗ്രഹ സമരം ആരംഭിച്ചു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.